Our name is really a private property, even though William Shakespeare said there lies nothing in a name. Here we are discussing such a topic, The Namesake by Jhumpa Lahiri. Jhumpa Lahiri is a famous British American novelist, short story writer, and essayist, and she was the daughter of an Indian immigrants from Calcutta. ഇവിടെ ദ നെയിംസേക്ക് എന്ന നോവലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് എഴുതിയത് ജുംബ ലാഹിരിയാണ്. പ്രശസ്തിയായ ബ്രിട്ടീഷ് അമേരിക്കൻ എഴുത്തുകാരിയാണ്. ആൻഡ് ഹെർ പാരൻസ് വെർ മൈഗ്രേറ്റഡ് ഫ്രം കൊൽക്കത്ത. ഇന്ത്യയിലെ കൽക്കട്ടയിൽ നിന്ന് കുടിയേറിയ മാതാപിതാക്കളുടെ മകളാണ് ജുംബ ലാഹിരി. ആൻഡ് സോ ദ നോവൽ എക്സ്പോസസ് ഇന്ത്യൻ മൈഗ്രേഷൻ എക്സ്പീരിയൻസ്, ഐഡന്റിറ്റി ആൻഡ് ഫാമിലി. ഇതിൽ നമുക്ക് ആ മൈഗ്രേഷൻ പ്രോബ്ലംസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഐഡന്റിറ്റി, ഫാമിലി, ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ നോവലിൽ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദി സ്റ്റോറി റിവീൽസ് ദ സ്റ്റോറി ഓഫ് എ ബംഗാളി ഫാമിലി നെയ്മഡ് ഗാംഗുലീസ് ഹു മൈഗ്രേറ്റഡ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ 1960s. 1960കളിൽ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ബംഗാളീസ് അല്ലെങ്കിൽ ബംഗാളി ഫാമിലിയാണ്. അവരുടെ പേര് ഗാംഗുലീസ് എന്നാണ്. ആ കുടുംബത്തിന്റെ കഥയാണ് ഈ നോവലില് വിവരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് മെയിൻ തീം ഇസ് ഐഡന്റിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ മൈഗ്രേഷൻ പ്രോബ്ലംസും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഐഡന്റിറ്റി ക്രൈസിസ്, ആ ഒരു പ്രശ്നങ്ങൾ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോഴുള്ള ആ പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആൻഡ് ദി നോവൽ ബിഗിൻസ് ഇൻ കേംബ്രിഡ്ജ്, മസാച്യൂസെറ്റ്സ് ഇൻ 1968. 1968 USA ഈ ഒരു നോവൽ തുടങ്ങുന്നത്. ആൻഡ് അശോക ആൻഡ് അഷിമ ആർ എക്സ്പെക്ടിങ് എ ചൈൽഡ്. ഇതിലെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളാണ് അശോക, അഷിമ. അവര് കപ്പിൾസ് ആണ്. അവര് ഒരു കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ഷീസ് ഓൺ ദി വേർജ് ഓഫ് ഡെലിവറിയുടെ ആ ഒരു ടൈമില് ദേ ആർ എക്സ്പെക്ടിങ് എ ചൈൽഡ്. ആൻഡ് ബോത്ത് ഓഫ് ദം മെറ്റ് അറ്റ് കൽക്കത്ത ആൻഡ് ദെയർ പാരൻസ് അറേഞ്ച്ഡ് ദെയർ മാരേജ്. അഷിമയും അശോകും കൽക്കട്ടയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവരുടെ വിവാഹം പാരൻസ് അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അവർ വിവാഹിതരാകുന്നു. ആൻഡ് അശോക ഈസ് എ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അറ്റ് MIT. MITയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ് അശോക. ആൻഡ് അഷിമ ഗിവ്സ് ബർത്ത് ടു എ ബോയ് ഇൻ എ ഹോസ്പിറ്റൽ ഇൻ കേംബ്രിഡ്ജ്. അഷിമ ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നു. And Ashoka met with a train accident and was nearly killed. ഈ ഒരു സമയത്താണ് അശോകൻ ഒരു ട്രെയിൻ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അശോകന് ഒരു ട്രെയിൻ ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ ആക്സിഡന്റിൽ ഏകദേശം മരണത്തിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നു. ആൻഡ് അശോക decides to give Gogol as a nickname or pet name to his son. ഈ സമയത്ത് അദ്ദേഹം, നമ്മൾ പറഞ്ഞു, ട്രെയിൻ ആക്സിഡന്റിൽ ഏകദേശം കൊല്ലപ്പെടുന്നതിന് സമമായിട്ടുള്ള അവസ്ഥയിൽ, ഏകദേശം നല്ല ഗുരുതരാവസ്ഥയിലാണ്. ആ സമയത്ത് അങ്ങനെ രക്ഷപ്പെട്ട അശോകൻ തീരുമാനിക്കുന്നു ഗോഗോൾ എന്ന പേര് തൻ്റെ മകന് കൊടുക്കാം. പെറ്റ് നെയിമായിട്ട്, അവൻ്റെ നിക് നെയിം അല്ലെങ്കിൽ പെറ്റ് നെയിമായിട്ട്, അവൻ്റെ ചെല്ലപ്പേരായിട്ട് ഗോഗോൾ എന്ന പേര് കൊടുക്കാം എന്ന് അവർ തീരുമാനിക്കുന്നു. അശോക ലൈക്സ് നിക്കോള ഗോഗോൾ, ദ ഫേമസ് റഷ്യൻ റൈറ്റർ, വെരി മച്ച്. പ്രശസ്തനായ റഷ്യൻ എഴുത്തുകാരൻ നിക്കോളൈ ഗോഗോളിനെ അശോകിന് വളരെയധികം ഇഷ്ടമാണ്. അത് മാത്രമല്ല, അശോക വാസ് റീഡിംഗ് ഗോഗോൾ when he met with the train accident and a dropped page of the book helped the authorities to recognize him in the accident and they saved his life. അത് മാത്രമല്ല, അദ്ദേഹം ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഗോഗോളിന്റെ, നിക്കോളൈ ഗോഗോൾ എന്ന റഷ്യൻ എഴുത്തുകാരന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പുസ്തകത്തിൽ നിന്നും പറഞ്ഞുപോയ ഒരു പേജ്, ആ പേജ് കിട്ടിയിട്ടാണ് ഇദ്ദേഹം അശോകാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അതോറിറ്റീസിന് കഴിയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടുന്നത് ഈ നിക്കോളൈ ഗോഗോൾ എന്ന ആ എഴുത്തുകാരന്റെ പുസ്തകത്തിന്റെ പേജ് കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ അത്രത്തോളം ആ ഒരു ജീവിതവുമായിട്ട്, അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്റെ മകന് ഗോഗോൾ എന്ന പേര് കൊടുക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. And the Gangulis need an official name for Gogol to come in the mail from Calcutta. ഈ സമയത്ത് ഇവര് തീരുമാനിക്കുന്നത്, അതായത് ഗാംഗുലി ഫാമിലിയാണ്, ബംഗാളി ഫാമിലിയായ അശോകന്റെ കുടുംബമാണ്. അവർ തീരുമാനിക്കുന്നു അവന്റെ ചെല്ലപ്പേരാണ് ഗോഗോൾ.
അവനൊരു ഒഫീഷ്യൽ നെയിം വേണമെന്ന് തീരുമാനിക്കുന്നു. ബട്ട് അഷിമാസ് ഗ്രാൻഡ് മദർ സഫേഴ്സ് എ സ്ട്രോക്ക് ആൻഡ് ഹെർ ലെറ്റർ വിത്ത് ദ ഒഫീഷ്യൽ നെയിം ഓഫ് ഗോകുൽ ഇസ് ലോസ്റ്റ് ഇൻ ദ മെയിൽ. ഈ സമയത്ത് അഷികയുടെ ഗ്രാൻഡ് പാരൻസ് അവർക്കാണ് ആ ഒരു പേരിടലിന്റെ ആ ഒരു അധികാരം ഉണ്ടായിരുന്നത്. ആ സമയത്ത് അഷിമയുടെ മുത്തശ്ശിക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് അവര് ഉദ്ദേശിച്ച പേര് എന്താണെന്ന് ആ മെയിലിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. His Ashima's grandmother who has the ceremonial honor of naming the boy. അഷിമയുടെ ഗ്രാൻഡ് മദറിനാണ്, മുത്തശ്ശിക്കാണ് ആ ഒരു കുട്ടിക്ക് പേരിടാനുള്ള അധികാരം. അതായത് ആ മുത്തശ്ശിയാണ് ഈ കുട്ടിക്ക് പേരിടേണ്ടത്. ആ മുത്തശ്ശിക്കാണ് ഇപ്പോൾ സ്ട്രോക്ക് വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഗോകുലിന് ഒരു കറക്റ്റ് പേര് കൊടുക്കാൻ, ഒരു ഒഫീഷ്യൽ നെയിം കൊടുക്കാൻ കഴിയുന്നില്ല. And the family settled in Cambridge as they are planning for its first trip back to Calcutta. Ashima's father has died suddenly. അങ്ങനെ കേംബ്രിഡ്ജിലുള്ള ഈ അഷിമയും അതേപോലെ തന്നെ അവരുടെ ഫാമിലിയും കൽക്കട്ടയിലേക്ക് വരാൻ തീരുമാനിക്കുന്നു. ഈ സമയത്താണ് അഷിമയുടെ അച്ഛൻ പെട്ടെന്ന് മരണപ്പെടുന്നത്. And while returning, Ashima feels the loss of her parents' home in Calcutta and Bengali relatives and friends. അങ്ങനെ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അഷികയ്ക്ക് അവളുടെ കുടുംബം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ അച്ഛന്റെ മരണത്തിലൂടെ തന്നെ ആ ഒരു അനാഥത്വം ഫീൽ ചെയ്യുന്നു. അതേപോലെ തന്നെ അവളുടെ കൽക്കട്ടയിലുള്ള ഫ്രണ്ട്സ്, ബംഗാളി സുഹൃത്തുക്കള്, ഇവരെയൊക്കെ ഒരു നഷ്ടമായിട്ട് അഷിമയ്ക്ക് ഫീൽ ചെയ്യുന്നു. The Gangulis settle in the Boston suburb, a university town, and Ashok began to teach electrical engineering. ഒരു ബോസ്റ്റൺ സബർബ് മീൻസ് ചതുപ്പ് പോലുള്ള സ്ഥലമാണ്. ഇവിടെ ആ യൂണിവേഴ്സിറ്റി ടൗണിനടുത്തുള്ള അധികം ഗ്രാമമല്ലാത്ത ഒരു പ്രദേശം, അവിടെയാണ് ഈ ഗാംഗുലി ഫാമിലി, അതായത് ഈ ബംഗാളി ഫാമിലി അവിടെ സെറ്റിൽ ആകുന്നത്. ഈ സമയത്ത് അശോക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കാൻ അദ്ദേഹം പോകുന്നു. ആൻഡ് ഗോകുൽ കംപ്ലീറ്റഡ് പ്രീ സ്കൂൾ ആൻഡ് കിൻഡർ ഗാർഡൻ ആൻഡ് മൂവ്സ് ടു സ്കൂൾ. ഈ സമയത്ത് നമ്മളുടെ ചെറിയ ഗോകുൽ അവൻ പ്രീ സ്കൂൾ കഴിയുന്നു, കിൻഡർ ഗാർഡൻ കഴിയുന്നു, KG ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്നു. ആൻഡ് ഹിസ് പാരൻസ് ഫൈൻഡ് ആൻ ഒഫീഷ്യൽ നെയിം നിഖിൽ ടു ഗോകുൽ, ബട്ട് ഹി ഇൻസിസ്റ്റ് ഓൺ ഹിസ് നെയിം ഗോകുൽ. ഈ സമയത്ത് അവന്റെ പാരൻസ് നിഖിൽ എന്ന ഒഫീഷ്യൽ നെയിം അവന് കണ്ടുപിടിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു മുത്തശ്ശിക്ക് സ്ട്രോക്ക് വന്നതുകൊണ്ട് അവൻ ആ ഒഫീഷ്യൽ പേരെന്താണ് ഇട്ടതെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അവർ സ്ട്രോക്ക് വന്നു. അതിനുശേഷം ഈ പാരൻസ് ഈ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് അവനൊരു ഒഫീഷ്യൽ നെയിം വേണം. അതുകൊണ്ട് നിഖിൽ എന്ന ഒഫീഷ്യൽ നെയിം ആ കുട്ടിക്ക് അവർ കൊടുക്കുന്നു. പക്ഷെ കുട്ടി പറയുന്നു ഹി നീഡ്സ് ഓൺലി ദ നെയിം ഗോകുൽ. അവൻ ആ ഗോകുൽ എന്ന പേര് മതി, നിഖിൽ എന്ന പേര് വേണ്ട എന്ന് കുട്ടി പറയുന്നു. ആൻഡ് അഷിമ ആൻഡ് അശോക് ഹാവ് അനദർ ചൈൽഡ് നെയിംഡ് സോണിയ. ഈ സമയത്ത് അശോകിനും അഷിമയ്ക്കും മറ്റൊരു കുട്ടി കൂടി ജനിക്കുന്നു. സോണിയ എന്നാണ് ആ കുട്ടിയുടെ പേര്. And the family settles now in Pemberton Road. And in high school period, Gogol finds his name as strange, and now he feels odd as it is not Indian. നമ്മുടെ ഗോകുലാണ് പറഞ്ഞത് അവൻ ആ പേര് തന്നെ മതിയെന്ന്. നിഖിൽ എന്ന് മാറ്റാൻ ശ്രമിച്ച സമയത്ത് അവന് അതിന് സമ്മതിച്ചില്ല. പക്ഷേ ഹൈസ്കൂളിലെത്തിയ സമയത്ത് അവന് തന്റെ പേര് ഒരു ഓഡ് വണ്ണായിട്ട് തോന്നുന്നു. കാരണം അത് ഇന്ത്യൻ പേരല്ല, അതൊരു വിചിത്രമായ പേരാണ്, ആർക്കും ഇല്ലാത്ത ഒരു പേര് എന്ന രീതിയിലേക്ക് അവന് തോന്നുന്നു. തന്റെ പേരിൽ ഒരു അസ്വസ്ഥത തോന്നുന്നു. ആൻഡ് ഹി ലേൺസ് ദ ട്രാജിക് ലൈഫ് ഓഫ് ദ റഷ്യൻ റൈറ്റർ നിക്കോളൈ ഗോകുൽ ഇൻ ലിറ്ററേച്ചർ ക്ലാസ്സസ് ആൻഡ് ഗെറ്റ്സ് ക്വാളിഫൈഡ്. അതോടൊപ്പം തന്നെ തന്റെ പേരിലൊരു വിചിത്രതയുണ്ട്. അതോടൊപ്പം തന്നെ നിക്കോളൈ ഗോകുൽ എന്ന റഷ്യൻ എഴുത്തുകാരന്റെ ജീവിതത്തെക്കുറിച്ച് ലിറ്ററേച്ചർ ക്ലാസ്സിൽ നിന്നും അവൻ പഠിക്കുന്നു. അയാളുടെ ട്രാജിക് ലൈഫ്, അതായത് ആ എഴുത്തുകാരൻ, റഷ്യൻ എഴുത്തുകാരന്റെ ട്രാജിക് ലൈഫ് ആയിരുന്നു. ആ ഒരു ട്രാജഡി തന്റെ ജീവിതത്തിലും സംഭവിക്കുമോ എന്ന ആ ഒരു ഭയം നമ്മുടെ ഗോകുലിനുണ്ടാവുന്നു. ആൻഡ് അശോക് ഗീവ്സ് എ കോപ്പി ഓഫ് ഗോകുൽ സ്റ്റോറീസ് ഓൺ ഹിസ് 14th ബർത്ത്ഡേ ആൻഡ് ടെൽസ് ഹിം ദ സ്റ്റോറി ഓഫ് ഹിസ് ട്രെയിൻ ആക്സിഡന്റ്. ഈ സമയത്ത് അശോക് ഒരു പുസ്തകം നമ്മുടെ ഗോകുലിന് കൊടുക്കുന്നു. നിക്കോളൈ ഗോകുൽ എന്ന റഷ്യൻ റൈറ്ററുടെ പുസ്തകമാണ്. അവന്റെ 14ാമത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു ട്രെയിൻ ആക്സിഡന്റിന്റെ കാര്യവും കുട്ടിയോട് പറയുന്നു.
Gogol keeps the book in a closet and forgets about it. ഗോകുൽ തനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഈ പുസ്തകം ഒരു ഡ്രസ്സിംഗ് ഡ്രോയറിൽ കൊണ്ടുവെക്കുന്നു. പിന്നീട് അതേക്കുറിച്ച് അവൻ മറന്നുപോകുന്നു. ബിഫോർ ഗോയിങ് ടു യെയിൽ, ഗോകുൽ ചേഞ്ചസ് ഹിസ് നെയിം ടു നിഖിൽ. അങ്ങനെ ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് യെയിലിലേക്ക് പോകുന്ന ആ ഒരു അവസരത്തിന് മുൻപ് അവൻ തൻ്റെ പേര് നിഖിൽ എന്നാക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പാരൻസ് നിഖിൽ എന്ന പേര് ഒഫീഷ്യൽ നെയിം അവന് വേണ്ടി സജസ്റ്റ് ചെയ്തതാണ്. ആ ഒരു പേര് അവൻ സ്വീകരിക്കുന്നു. ആൻഡ് ഹി മീറ്റ്സ് റൂത്ത് ഇൻ വെയിൽ ആൻഡ് കീപ്സ് റിലേഷൻ ഫോർ എ ഇയർ. റൂത്ത് എന്ന പെൺകുട്ടിയെ എയിലിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അങ്ങനെ ഒരു വർഷത്തോളം അവളുമായിട്ടുള്ള ബന്ധം തുടരുന്നു. One holiday weekend, while waiting for Gogol's Amtrak train, Ashok tells of the train accident to Gogol and of his name Gogol. ഈ സമയത്ത് ഒരു വീക്കെൻഡില്, ഹോളിഡേ വീക്കെൻഡാണ്, അശോകും ഗോകുലും ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഗോകുലിന്റെ ട്രെയിൻ കുറച്ച് ലേറ്റായി. ആ ലേറ്റായ സമയത്ത് അശോക് ഈ ഒരു ഗോകുൽ എന്ന പേര് എങ്ങനെയാണ് അവന് കിട്ടിയതെന്നും അതേപോലെ ആ ട്രെയിൻ ആക്സിഡന്റിന്റെ കഥയും ഒക്കെ പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വൈൽ ഹി മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ഹി വാസ് റീഡിങ് ദ ബുക്ക് ഓഫ് ദ ഫേമസ് റഷ്യൻ റൈറ്റർ നിക്കോളൈ ഗോഗോൾ. ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് the dropped page, it was this dropped page that made him recognized by the authorities and saved his life. അവന്റെ ജീവിതം, അശോകന്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെട്ടത് അതിൽ നിന്ന് പറഞ്ഞുപോയ ഒരു പേജ് കാരണമാണ്. ആ പേജിലൂടെയാണ് ഇയാളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു കഥ അശോക് ഗോകുലിനോട് പറയുന്നു. And Ashok tells of the train accident also, and after graduating from Yale, he attends a design school at Columbia and works for a firm in Manhattan. പിന്നീട് നമ്മുടെ അശോകിന് ആർക്കിടെക്ചറിൽ താല്പര്യമുണ്ടാകുന്നു. അങ്ങനെ അവൻ എന്ന സ്ഥലത്ത് നിന്നും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് അവൻ കൊളംബിയയിൽ ഈ ഡിസൈൻ സ്കൂളിലാണ് ചേരുന്നത്. ആൻഡ് വർക്ക്സ് ഫോർ എ ഫേം ഇൻ മാൻഹാട്ടനിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു. ആൻഡ് ഹി മീറ്റ്സ് മാക്സിൻ ഇൻ ന്യൂയോർക്ക്, ഹു ലീഡ്സ് എ കോസ്മോപൊളിറ്റൻ ലൈഫ് വിത്ത് ഹർ പാരൻസ്. ഈ സമയത്താണ് മാക്സിൻ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. വളരെ കോസ്മോപൊളിറ്റൻ ലൈഫ് മീൻസ് ആഡംബരപൂർണമായ ജീവിതം നയിക്കുകയാണ് പാരൻസിനോടൊപ്പം. ആൻഡ് നിഖിൽ മൂവ്സ് ടു മാക്സിൻസ് ഹോം ആൻഡ് ഗോകുൽസ് ഫാമിലി സ്പെൻഡ്സ് 2 weeks വിത്ത് റാറ്റിവ്സ് ഓർ മാക്സിൻസ് ഫാമിലി ഇൻ ന്യൂ ഹാംഷിയർ. ഈ സമയത്ത് നമ്മുടെ നിഖിൽ അല്ലെങ്കിൽ ഗോകുൽ നമ്മുടെ മാക്സിന്റെ വീട്ടിലേക്ക് താമസം മാറുന്നു. അങ്ങനെ നമ്മുടെ ഗോകുലിന്റെ പാരൻസും അവിടെ വരുന്നു. അങ്ങനെ ഒരാഴ്ചയോളം അവരവിടെ സ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് അശോക് ഫീൽസ് ദാറ്റ് മാക്സിൻസ് ഫാമിലി ഈസ് എ പാരഡൈസ്. ഈ സമയത്ത് അശോകിന് തോന്നുന്നു മാക്സിന്റെ ഫാമിലി, അവർ കോസ്മോപൊളിറ്റൻ ഫാമിലി ആണെന്ന് പറഞ്ഞു, വളരെ ആഡംബരപൂർണമായ ജീവിതമാണ്, ഇതൊരു സ്വർഗമാണ് എന്ന് അശോകിന് തോന്നുന്നു. അശോക് ബിഗിൻസ് ടു വർക്ക് ആസ് എ വിസിറ്റിംഗ് പ്രൊഫസർ ഔട്ട്സൈഡ് ഷെവർലാൻഡ് ആൻഡ് ഈസ് അവേ ഫ്രം ഹോം. ഈ സമയത്ത് അശോക് വിസിറ്റിംഗ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത് വീട് വിട്ട് കുറച്ച് ദൂരമാണ്. ആൻഡ് ഹി കംസ് ഹോം എവറി 3 weeks. 3 ആഴ്ചയിൽ ഒരിക്കലാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത്. And one night he calls Ashima and said that he is admitted to a hospital for a stomach ailment. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം അഷിമയെ വിളിക്കുന്നു. അഷിമയെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ചെറിയൊരു വയറുവേദനയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നു. ആൻഡ് അഷിമ കോൾസ് ബാക്ക് ആൻഡ് റിയലൈസസ് ദാറ്റ് ഹി ഈസ് ഡെഡ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. അങ്ങനെ അഷിമ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നു ഹാർട്ട് അറ്റാക്ക് മൂലം അശോക് മരണപ്പെട്ടു എന്ന് മനസ്സിലാകുന്നു. ആൻഡ് ഗോകുൽ റീച്ച്ഡ് ക്ലെവർലാൻഡ് ആൻഡ് ക്ലിയേഴ്സ് അശോക്സ് അപ്പാർട്ട്മെന്റ്. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ന്യൂയോർക്കിലാണ് ഗോകുൽ ഉള്ളത്. അവിടെ നിന്നും ക്ലീവ്ലാൻഡിലേക്ക് ഗോകുൽ എത്തുന്നു. അങ്ങനെ അശോകിന്റെ അപ്പാർട്ട്മെന്റിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അവൻ നാട്ടിലേക്ക് വരുന്നു. And his family observes traditional Bengali mourning practices which Maxine feels odd and soon they got separated. അങ്ങനെ ഈ കൊൽക്കത്തയിലേക്ക് എത്തുന്ന ഇവർ കാണുന്നത് നമ്മുടെ ഗോകുലിനോടൊപ്പം മാക്സിനും ഉണ്ട്.
അവർ കാണുന്നത് ഈ ഒരു ട്രഡീഷണൽ ബംഗാളി രീതിയിലുള്ള ആ ഒരു ഫ്യൂണറൽ പ്രൊസഷനും അതേപോലെ തന്നെ ഫ്യൂണറൽ പ്രാക്ടീസസും ഒക്കെയാണ് കാണുന്നത്. ആ ഒരു ശവസംസ്കാര ചടങ്ങിനോട് മാക്സിന് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ് ദേ ഗോട്ട് സെപ്പറേറ്റഡ്. അതിനുശേഷം വേഗം തന്നെ അവർ രണ്ടും സെപ്പറേറ്റ് ആയി മാറും. ആൻഡ് ഗോകുൽ വിസിറ്റ്സ് ഹിസ് മദർ ആൻഡ് സിസ്റ്റർ ഫ്രീക്വന്റ്ലി ഇൻ ബോസ്റ്റൺ ഫ്രം ന്യൂയോർക്ക്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ന്യൂയോർക്കിൽ നിന്നും തൻ്റെ അമ്മയെയും പെങ്ങളെയും സോണിയെയും അഷിമയെയും കാണാൻ കൂടെ നമ്മുടെ ഗോകുൽ വരുന്നു. Ashima sets Gogol up with a family friend Maushmi from Pemberton Road who studies French literature PhD in New York. ഈ സമയത്ത് അഷിമ തങ്ങളുടെ ഫാമിലി സുഹൃത്തായ മൗഷ്മി എന്ന പെൺകുട്ടിയെ ഗോകുലുമായിട്ട് പരിചയപ്പെടുത്തുന്നു. അവള് ന്യൂയോർക്കിൽ PhD ചെയ്യാണ്, ഫ്രഞ്ച് ലിറ്ററേച്ചറിൽ PhD ചെയ്യാണ് മൗഷ്മി. അവളുമായിട്ട് പരിചയപ്പെടുത്തുന്നു. ആൻഡ് ആഫ്റ്റർ 1 year they marry in a Bengali ceremony in New Jersey where Maushmi's parents are residing. ഒരു വർഷത്തിന് ശേഷം അവര് വിവാഹിതരാകുന്നു. വിവാഹിതരാകുന്ന സമയത്ത് ന്യൂ ജേഴ്സിയിൽ വെച്ച് ബംഗാളി സ്റ്റൈലിലാണ് വിവാഹം കഴിക്കുന്നത്. അവിടെയാണ് നമ്മുടെ മൗഷ്മിയുടെ പാരൻസ് ഉള്ളത്. ആൻഡ് ദേ rent an apartment and Maushmi delivers a paper at a conference in Paris. അവരവിടെ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ താമസിക്കുന്നു. അതിനിടയ്ക്ക് മൗഷ്മി ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുന്നു. പാരീസിൽ വെച്ച് ഒരു കോൺഫറൻസിൽ പേപ്പർ, നമ്മൾ പറഞ്ഞു PhD സ്റ്റുഡൻ്റ് ആണ്, അവള് പേപ്പർ പ്രസന്റേഷൻ ചെയ്യുന്നു. ആൻഡ് മൗഷ്മി വാണ്ട്സ് ടു സ്പെൻഡ് ടൈം വിത്ത് ഹെർ ആർട്ടിസ്റ്റിക് ബ്രൂക്ലിൻ ഫ്രണ്ട്സ് whom Google sees as selfish and frustrating and thus their relation comes in strain. ഈ സമയത്ത് മൗഷ്മിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ ഗോകുലിന്റെ കാഴ്ചപ്പാടിൽ സെൽഫിഷ് ആണ്, അതേപോലെ തന്നെ ഒന്നിനും കൊള്ളാത്ത ഫ്രണ്ട്സ് എന്നാണ് അയാളുടെ അഭിപ്രായം. പക്ഷേ മൗഷ്മിക്ക് തന്റെ ഫ്രണ്ട്സ് വളരെയധികം താല്പര്യമുള്ളതായിട്ട് തോന്നുന്നു. അങ്ങനെ അവരുടെ ആ ഒരു ഫ്രണ്ട്സിന്റെ പേരിൽ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം വഷളാകുന്നു. And he also dislikes Graham, Maushmi's ex-fiance, who is also in the company of her friends. അതോടൊപ്പം തന്നെ ഈ ഗോകുലിന് ഈ ഒരു വെറുപ്പ് വരാനുള്ള കാരണം ഈ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ മൗഷ്മിയുടെ മുൻ കാമുകനായിട്ടുള്ള ഗ്രഹാമും ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു ബന്ധത്തെ അദ്ദേഹം എതിർക്കുന്നത്. മൗഷ്മി ഫീൽസ് കൺഫൈൻമെന്റ് ആൻഡ് ബിഗിൻസ് ആൻ അഫെയർ വിത്ത് ഡിമിട്രി ഡെസ്ജാർഡിൻസ് ആൻഡ് എയിംലെസ് അക്കാദമിക് ആൻഡ് ഹെർ ഓൾഡ് ഫ്രണ്ട്. ഈ സമയത്ത് തൻ്റെ വിവാഹം ഒരു ജയില് പോലെ, തൻ്റെ വിവാഹ ജീവിതം ഒരു ജയിലിനകത്തുള്ള പോലെ തോന്നുന്നു മൗഷ്മിക്ക്. അങ്ങനെ മറ്റൊരു ബന്ധം ഡിമിട്രി ഡെസ്ജാർഡിസ് എന്ന ഓൾഡ് ഫ്രണ്ടാണ്, ഇവളുടെ സുഹൃത്താണ്. അതോടൊപ്പം തന്നെ ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു വ്യക്തി, അവനുമായിട്ട് പ്രണയത്തിലാകുന്നു. And they keep an affair for several months and Google catches it in red hand. 6 മാസത്തോളം 6-7 മാസത്തോളം ആ ഒരു ബന്ധം തുടരുന്നു. ആ ബന്ധം പിന്നീട് ഗോകുൽ കൈയോടെ പിടികൂടുന്നു. ആൻഡ് ഷി അഡ്മിറ്റ്സ് എവറിഥിങ് ആൻഡ് ഗോട്ട് സെപ്പറേറ്റ്. അവള് മൗഷ്മി എല്ലാ കാര്യങ്ങളും അവനോട് പറയുന്നു. അങ്ങനെ അവര് ഡിവോഴ്സ് ആകുന്നു. ആൻഡ് ഫോർ എ ക്രിസ്മസ് പാർട്ടി ഗോകുൽ റിട്ടേൺസ് ടു പെമ്പർട്ടൺ റോഡ്. ഒരു ക്രിസ്മസ് പാർട്ടിക്ക് നമ്മുടെ ഗോകുൽ പെമ്പർട്ടൺ റോഡിലേക്ക് എത്തുന്നു. ആൻഡ് സോണിയ ഹിസ് സിസ്റ്റർ ഈസ് മാരീഡ് ടു ബെൻ ആൻഡ് റിസൈഡ്സ് ഇൻ ബോസ്റ്റൺ ഏരിയ. ഈ സമയത്ത് സോണി വിവാഹം കഴിഞ്ഞു. ബെൻ എന്ന ആളെയാണ് കല്യാണം കഴിച്ചത്. ബോസ്റ്റൺ ഏരിയയിലാണ് സോണി ഇപ്പോൾ താമസിക്കുന്നത്. ആൻഡ് അഷിമ സ്പെൻസ് ഹെർ റിമൈനിങ് ലൈഫ് ഇൻ ബോസ്റ്റൺ ആൻഡ് കൽക്കത്ത. ബോസ്റ്റണിലും അതായത് ബോസ്റ്റണിൽ സോണിയുടെ അടുത്തും അതേപോലെ കൽക്കത്തയിൽ അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും അവരുടെയൊക്കെ അടുത്തായിട്ട് നമ്മുടെ അഷിമ അവരുടെ ബാക്കിയുള്ള ജീവിതം, അശോക് മരിച്ചു അതിനുശേഷമുള്ള തൻ്റെ ജീവിതം അവരിങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് ഗോകുൽ ഈസ് ആൻ ആർക്കിടെക്ട് ഇൻ ന്യൂയോർക്ക്. ഇപ്പോൾ ന്യൂയോർക്കിൽ ഒരു ആർക്കിടെക്റ്റാണ് ഗോകുൽ. ആൻഡ് ഹീ ട്രൈസ് ടു ബ്രിങ് അഷിമ ടു ഹിസ് അപ്പാർട്ട്മെൻറ്റ്. തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് അഷിമയെ ക്ഷണിക്കുന്നുണ്ട്, പക്ഷെ അവർ വരാൻ തയ്യാറാകുന്നില്ല. ആൻഡ് ഗോകുൽ ഗോസ് ടു ഹിസ് റൂം ആൻഡ് ഫൈൻഡ്സ് എ കോപ്പി ഓഫ് ഗോകുൽ സ്റ്റോറീസ് ഹിസ് ഫാദർ ഗേവ് ഹിം on his 14th birthday. 14ാമത്തെ ബർത്ത്ഡേക്ക് അച്ഛൻ കൊടുത്ത ആ കഥകൾ, നിക്കോളായ് ഗോഗോൾ എന്ന എഴുത്തുകാരൻ്റെ കഥകൾ
നമ്മുടെ ഗോകുൽ അവൻ്റെ റൂമിൽ നിന്ന് കണ്ടെത്തുന്നു. ഗോകുൽ ഫീൽസ് ദ ഡീപ് ടൈ ഓഫ് ഹിസ് ഫാദർ വിത്ത് ദ റൈറ്റർ ആൻഡ് ഹിസ് സ്റ്റോറീസ്. ഗോകുലിന് ആ കഥകൾ വായിക്കുന്ന സമയത്ത്, ആ കഥയുടെ അല്ലെങ്കിൽ ആ പുസ്തകം കാണുന്ന സമയത്ത് തന്നെ ആ എഴുത്തുകാരനും തൻ്റെ പിതാവും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അവന് ഫീൽ ചെയ്യുന്നു. ആൻഡ് ദസ് ഹി ബിഗാൻ ടു റീഡ് ദ ബുക്ക്. അങ്ങനെ ആ ബുക്ക് അവൻ വായിക്കാൻ ഇടയാവുന്നു. നേരത്തെ കഥകൾ പറഞ്ഞു അവൻ എന്തുകൊണ്ടാണ് ഗോകുൽ എന്ന ആ ഒരു പേര് കിട്ടിയതെന്നും അതേപോലെ തന്നെ ആ ഒരു റൈറ്ററോട് അശോകിനുള്ള ആത്മബന്ധവും ഒക്കെ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ ആ ഒരു ബന്ധം അവന് ആ ബുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നു. അങ്ങനെ ഹി ബിഗാൻ ടു റീഡ് ദ സ്റ്റോറി. ആ കഥ വായിക്കാൻ തുടങ്ങും. ഇതാണ് ഈ കഥയുടെ സമ്മറി. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ നെയിം സേക്ക്? ദ നെയിം സേക്ക് എന്നുള്ള ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ഒഫീഷ്യൽ നെയിം എന്നത് നിഖിൽ എന്നാണ്. പിന്നീട് ചോദിക്കാവുന്നത് ദ സ്റ്റോറി ഓഫ് ഗോകുൽ, ദ സ്റ്റോറി ബിഹൈൻഡ് ദ നെയിം ഗോകുൽ. ഗോകുൽ എന്ന പേരിൻ്റെ പിന്നിലുള്ള കഥ എന്താണ്? ആൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ ദ നെയിം ഗോകുൽ ആൻഡ് അശോക്. അശോകും ഗോകുൽ എന്ന പേരും തമ്മിലുള്ള ആത്മബന്ധം. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു ഡ്രോപ്ഡ് പേജ്, അതാണ് ദാറ്റ് സേവ്ഡ് ഹിസ് ലൈഫ്. ആ ഒരു ബന്ധം, ഇതൊക്കെ ഈ കഥയിൽ നിന്ന് ചോദിക്കാം. പിന്നീട് ക്യാരക്ടർ സ്കെച്ച് അഷിമ ചോദിക്കാം, അശോക്, അതേപോലെ തന്നെ ഗോകുൽ. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.